പഠിച്ച തമ്പുരാൻ ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഒടുക്കയി പോണു. താത്താരെ നിക്ക് നിക്ക്, എന്താണ് എന്താ സംഭവം? എന്താ എല്ലാരും കൂടി പായണ? എന്താ അവിടെ നീ ഉണ്ടാ? എന്താ സംഭവം? നിക്ക് 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 നിക്ക്. പടച്ചോനെ, ഓൽക്കൊന്നും നിക്കാനും കൂടി നേരല്ലേ. എന്തായാലും എന്താ സംഭവം എന്നുള്ളത് നമ്മളൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടോ. അയ്യോ മോനെ, എങ്ങനെയാ ചിരിയെന്നൊന്ന് പറയാൻ അറിയാത്ത ചിരിയാണ്. അത്രയ്ക്ക് കണ്ണത്ത് വെള്ളം വരിക. സന്തോഷം കൊണ്ട് എവിടെ അതിരില്ലാത്തൊരു സന്തോഷം. അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷം. എല്ലാരും ഇവിടെ എന്താ അറിയോ, ഏറ്റവും രസം ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു പിടുത്തുണ്ടല്ലോ. ഒരുപാട് ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടച്ച് ചെയ്യാനോ തൊടാനോ കൂട്ടി പിടിക്കാനും അകലം വന്നോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമുക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഞങ്ങൾ ഈ നിൽക്കണേല് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ എല്ലാരും അടിപൊളിയായിട്ട് പോകും. ഷബീറേ, തുടങ്ങിയിട്ട് ഒരു മാസമായി. അന്ന് മുതൽ വരാൻ തുടങ്ങിയതാണ്. ഇടയ്ക്കൊക്കെ ലീവ് ആയാലുണ്ട്. എന്നാലും കൂടിയിട്ട് ഈ വന്ന ദിവസങ്ങളിലൊക്കെ നല്ല ആരോഗ്യം, നല്ല സന്തോഷവും നല്ല സമാധാനവും ഉണ്ട്. നല്ല രസമല്ലേ, നല്ല ആരോഗ്യമല്ലേ, ചിരി നന്നായി ചിരിച്ച് നല്ല എന്നും അല്ലെങ്കിലും ഓരോ കാരണം ഉണ്ടാക്കി ഞങ്ങൾ ചിരിക്കലുണ്ട്. ആ ചിരിക്കൂടെ ഇതും കൂടി ആയതുകൊണ്ട് നല്ല ഉന്മേഷമായി. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? കാരണം ഇന്ന് കേരളത്തില് എല്ലാ സ്ഥലങ്ങളും, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്ത് വരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് മെക്സവൻ, ഒരു ഹെൽത്ത് ഓറിയന്റഡ് ഗ്രൂപ്പ്. മാനസികമായും ശാരീരികമായും ഒരു വ്യക്തിക്ക് ഉണർവ് ലഭിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പലവിധ വ്യായാമങ്ങളാണ് മെക്സവൻ എന്നുള്ള ഈ ഒരു സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് 19-ാം വാർഡിൽ. ഈ വാർഡിലെ മെമ്പറും എൻ്റെ ഒരു സുഹൃത്തും കൂടിയായിട്ടുള്ള ജുസൈറ മൻസൂറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു വനിതാ വിങ്ങിൻ്റെ മെക്സവൻ അവരുടെ ആക്ടിവിറ്റീസാണ് ഇപ്പോൾ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ ഒരു കൂട്ടായ്മ, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ജുസൈറ മൻസൂറിനോട് തന്നെ ഒന്ന് ചോദിക്കട്ടോ. പ്രിയപ്പെട്ടവരെ, മമ്പുറം 19-ാം വാർഡ് മെക്സവൻ ലേഡീസ് വിങ്ങിന്റെ മെക്സവൻ യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ പിറകിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. നമുക്ക് 100-ലധികം സ്ത്രീകൾ അടങ്ങുന്ന ഒരു മെക്സവൻ യൂണിറ്റ് ആണ് ഇപ്പോൾ പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 100 സ്ത്രീകളും നമ്മുടെ ഈ ഒരു മമ്പുറം ആയുർവേദ ഡിസ്പെൻസറിയുടെ മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നമുക്ക് 2 സെക്ഷനായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു 50 പേര് അവിടെയുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 50 പേര് ഇവിടെയുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ഏറെ സന്തോഷമുണ്ട്. നവാസ് കൂരിയാട് ഒരു ചിരി ആയിട്ടാണ് നമുക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. അത് വളരെ അധികം ആളുകൾ ചിരിച്ച് അങ്ങനെ എന്താ പറയുക, ചിരിച്ച് കരഞ്ഞു എന്ന നിലയിലാണ് ഈ ഒരു സെഷൻ ഉണ്ടായിരുന്നത്. അതിന് നവാസ് കൂരിയാടിനെ ഏറെ സന്തോഷത്തിൽ ഞങ്ങളുടെ മെക്സവൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതിലുപരി പറയാനുള്ളത് നമ്മുടെ സകലം, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് സകലം. ഞാൻ വിളിച്ചതാണ് കാരണം സകലത്തിൻ്റെ ഈ ഒരു യൂട്യൂബിൽ കൂടി ഞങ്ങളെ മെക്സവൻ കുറച്ചും കൂടി വിപുലമായിട്ട് ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ സകലത്തിന് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ ഇതിൽ എടുത്തു പറയാനുള്ളത്, നമ്മുടെ ഈ മെക്സവൻ ലേഡീസ് വിങ്ങിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇതിൽ ആളുകളുണ്ട്. ഇവിടെ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത്, ഈ മെക്സവൻ കൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അവർ ഇപ്പോൾ വളരെ ഉന്മേഷത്തിലാണ്. നമ്മൾ പറയും ആരോഗ്യം നമ്മുടെ മനസ്സും ശരീരത്തിനും വേണം. പൊതുവേ നമ്മൾ ശരീരത്തിനും മാത്രം ഫിസിക്കലി മാത്രം ആരോഗ്യം ശ്രദ്ധിക്കും, പക്ഷെ നമ്മുടെ മൈൻഡിനും മനസ്സിനും നമുക്ക് ആരോഗ്യം വേണം എന്നുള്ളത് നമ്മൾ ഈ മെക്സവണിനെ നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ത്രീകൾ ഒരു വൈകുന്നേരം 5 മണി ആകുമ്പോൾ ഇവിടെ കൃത്യം 5 മണിക്ക് നമ്മുടെ സഹോദരികൾ അല്ലെങ്കിൽ താത്താര് 5 മണിക്ക് ഇവിടെ എത്തിച്ചേരും. 5 മണിക്ക് കൃത്യതയോടുകൂടി അവരിവിടെ എത്തുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് കിട്ടിയ ഈ ഒരു മെക്സവണിന് കിട്ടിയ ഗുണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മെക്സവൺ ഏറെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഓരോ പ്രദേശത്തും ഓരോ വീട് മുറ്റത്താണെങ്കിലും 20 ആളെങ്കിലും വെച്ചിട്ട് നിങ്ങൾ മെക്സവൺ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കൂടി നമ്മുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള ഉല്ലാസം, ആരോഗ്യം നമ്മൾ കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ, ഞാൻ നവാസ് കൂരിയാടാണ്. പ്രിയമുള്ളവരെ, മനുഷ്യനും മൃഗം തമ്മിലൊരു പ്രധാന വ്യത്യാസം ചിരിക്കാനുള്ള കഴിവാണ്. പക്ഷേ ഇന്ന് എന്താ സംഭവിക്കുന്ന, ആളുകളുടെ ഇടയിൽ ചിരി കുറഞ്ഞുകൊണ്ടിരിക്കാനും. ആധുനിക ശാസ്ത്രം പറയുന്നത് മാനസിക സംഘർഷമാണ് ഒരു മനുഷ്യനെ രോഗിയാക്കുന്നതാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് നന്നായി ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിരോധ ശക്തി കൂടും, അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കുറയുന്നതാണ്. ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത
നെഗറ്റീവ് ഇമോഷൻസ് കുറയുമെന്നാണ് പറയുന്നത്. ഇത് മെക്സവൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലാഫ്റ്റർ തെറാപ്പിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ദിവസം ഒരു 5-10 മിനിറ്റ് നേരം വയറ് കുലുങ്ങി ഒരു കാരണമില്ലാതെ ചിരിക്കാന്നാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, പരിഹാസ ചിരിയല്ല, മറ്റൊരാളെ കളിയാക്കി ചിരിക്കണമല്ല. ഒരു കാരണമില്ലാതെ നമ്മൾ ചിരിക്കാം. പ്രിയമുള്ളവരെ, മുഖത്ത് പുഞ്ചിരി വിടർത്തുമ്പോൾ പോലും നമ്മുടെ ബ്രെയിനിൽ മാറ്റം ഉണ്ടാവുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി ചിരിക്കണം ഒരു നിർബന്ധമില്ല, പക്ഷേ ഒരു സ്മൈലിംഗ് ഫേസ്, പുഞ്ചിരി ദാനമാണെന്ന് പ്രവാചക വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയുടെ ഒരു വാക്ക് ഇങ്ങനെയാണ്: നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു പ്രധാന വസ്ത്രമായിട്ട് തന്നെ ആ മുഖത്തൊരു പുഞ്ചിരി വിടർത്തുക, അത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ചിരി എല്ലാവരിലേക്കും പകരട്ടെ, അത് പടരട്ടെ, പന്തലിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ മെമ്പറും അതുപോലെ തന്നെ നവാസ് കൂരിയാടും ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇവർക്ക് നല്ല ഊർജ്ജമാണ് കിട്ടുന്നത്. ഇതുപോലുള്ള മെക്സവൻ വനിതാ യൂണിറ്റുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ അതിന് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ ഈ ഒരു വീഡിയോ പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.